വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത ചേട്ടൻ പാപ്പച്ചായനും കുടുംബവും ഞങ്ങളെല്ലാവരും മലബാറിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവരെന്ന് ഇരിട്ടിയിൽ സെറ്റിൽഡാ. അവിടെ സ്ഥലം വാങ്ങാൻ ചാച്ചനോട് ചോദിച്ചപ്പോൾ ചാച്ചൻ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ അവിടെ തന്നെ സ്ഥലം വാങ്ങി വീടും വെച്ച് പാലുകാച്ചും കഴിഞ്ഞ് തറവാട്ടിലോട്ട് വരുന്ന വഴിയായിരുന്നു. അന്ന് ഇവൻ 5 വയസ്സാ. ഞാനവന് പേരിട്ട് ക്രിസ്റ്റോന്ന്. പിന്നെ അവൻ്റെ താഴെ ക്രിസ്റ്റഫറും ക്രിസ്റ്റീനയും. എല്ലാവരും ചോദിക്കും ഒരേപോലത്തെ പേരുകളാണല്ലോടാ. ഇതൊക്കെ ഇടാൻ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പനും അമ്മയും പോയ വിഷമം ഞങ്ങൾ അവനെ അറിയിച്ചിട്ടേ ഇല്ല. അതൊക്കെ പിന്നെ എല്ലാവരും മറന്നുപോയി. എത്ര അപകടങ്ങളാ ആരോർക്കാൻ. സാരൻ ടീച്ചർ ഈ നാട്ടിൽ പുതിയതായതുകൊണ്ടാണ് ഇതൊന്നും അറിയായിരുന്നേ. നിമ്മി മോളെ, മുന്നോട്ടുള്ള നിന്റെ ജീവിതത്തിൽ ഇതേപോലത്തെ സാഹചര്യങ്ങളുണ്ടാവും. പുറത്തുള്ള ആരെക്കാളും നിന്നെ നന്നായി അറിയാവുന്ന നിന്റെ അപ്പനും അമ്മയോട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നതല്ലേ നിനക്ക് ഏറ്റവും സേഫ് അല്ലേ? ഇപ്പം ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി മുതൽ നിനക്ക് ഞങ്ങളോട് എന്തും പറയാം. ഞങ്ങളുണ്ട് നിന്റെ കൂടെ, കേട്ടോ? ശരി സാർ. ശരി ഹോസ്റ്റൽ. ബാക്കി കളി വീട്ടിൽ പോയി കാണാം. അമ്മച്ചി അവിടെ നോക്കിയിരിക്കും. വാ. നിമ്മി നാളെ കൊയർ പ്രാക്ടീസിന് വരാൻ മറക്കല്ലേ? ശരി എന്നാ. ശരി വന്നേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദത്തുങ്കൾ ഞാൻ വരുന്നതോട് വേർപ്പെട്ട് കണ്ണുനീർ ചിന്തി ഭാവി അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിട്ടുള്ളണമേ. ആമേൻ. എടി മേൽവേ വിളിച്ചായിരുന്നു കേട്ടോ. അവൻ വരുന്നെന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക്. അത് വലിയ ഫംഗ്ഷനായിട്ട് ക്ലബിൽ വെച്ചൊക്കെ നടത്തണമെന്നാണ് അവൻ പറയുന്നത്. എന്നായാലും നടത്തുന്നതല്ലേ, ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് വിളിച്ചേക്കാം അല്ലേ? അച്ഛമോളെ കാണാനങ്ങ് കൊതിയാവുക. മാമോദിസക്ക് കയ്യിലെടുത്തതാ. അവക്ക് എന്റെ ചായ എന്ന് എല്ലാരും പറയുന്നത്. അതിപ്പം എന്റെ ചായയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. എന്നാടാ പ്രസ്സിൽ നിന്ന് കുറിയും വാങ്ങിച്ചു. ഇതിന് എന്നായി ജ്യൂസ് കിട്ടി? അതിന് ഞാൻ പിന്നെ പറയാം. ആദ്യത്തെ കുറി നമ്മുടെ പുത്തങ്കടിപ്പിലച്ചിന് കൊടുക്കണം. ശരി എന്നാ. പ്രാക്ടീസ് എടുക്കട്ടെ. ശരിടാ. ഇതിപ്പോ കൂടെ വരുന്നുണ്ടല്ലോ. ഡോക്ടറെ ഒന്ന് കാണാൻ മേലായിരുന്നോ കൊച്ചേ? ഞാൻ ഗുളിക കഴിച്ചെന്നേ, ഒന്ന് കിടന്നാ മാറുന്ന. എത്രാമത്തെ തവണയാ ഞാൻ ഈ തുടയ്ക്കുന്നേ. നമ്മുടെ റിയാനയ്ക്ക് എന്തോ ഏനക്കേടുണ്ടോന്ന് തോന്നുന്നു. കൊച്ചു വന്ന് നോക്കിക്കേ. എന്നാ പറ്റിയേ? അല്ല, പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ല. പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നില്ലേ? ആന്നേ. അത് കൊള്ളാലോ. റിയാന, പ്ലീസ് മേക്ക് എ കോഫി. Sure, sir. Up in a minute. ഓക്കെ ആയല്ലോ. കണ്ടോ അനുസരണക്കാര് കണ്ടോ? എളിപ്പ്. Your coffee is ready. നോക്കട്ടെ. നല്ല ചൂടുണ്ടല്ലോ. പനി വല്ലതും ആണോ? ഇതിനോ? ഇതിനെന്നാ പനി വന്ന ഒക്കത്തില്ലേ? എന്റെ പൊന്ന് ചേട്ടത്തി. ഇതന്നെ ഇന്ന് വീട്ടിൽ പോകാൻ സമ്മതിക്കത്തില്ലെന്നാ തോന്നുന്നത്.